ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളിൽ എൻ്റെ സാഷ്ടാംഗ പ്രണാമം. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 12 അയിത്തത്തിനോട് അയിത്തം. ഭാഗം 12 അയിത്തത്തിനോട് അയിത്തം ഇവിടെ ആരംഭിക്കുന്നു. വയൽവാരം ഭവനത്തിൻ്റെ പിന്നാമ്പുറം ഫലവൃക്ഷങ്ങൾ കൊണ്ട് തിങ്ങി നിറഞ്ഞതായിരുന്നു. അതിനപ്പുറം വിശാലമായ നെൽപ്പാടങ്ങളാണ്. പാടത്തും പറമ്പിലുമൊക്കെ കൃഷിപ്പണികൾ ചെയ്യുന്നതിനായി ദിവസവും വേലക്കാരുണ്ടാകുമായിരുന്നു. അവരൊക്കെ അന്നത്തെ തീണ്ടൽ ജാതികളിൽപ്പെട്ടവരായിരുന്നു. മുതിർന്നവർ പണിയെടുക്കുമ്പോൾ അവരുടെ കുട്ടികൾ പാടക്കരയിലെ വരമ്പത്തിരുന്ന് പലതരം കളികളിൽ ഏർപ്പെടുകയാണ് പതിവ്. ആ കുട്ടികളുമായി ചങ്ങാത്തം കൂടാൻ നാണുവിന് ഏറെ ഇഷ്ടമായിരുന്നെങ്കിലും വീട്ടിലെ മുതിർന്നവർ അതിന് അനുവദിച്ചിരുന്നില്ല. വിലക്കു കഠിനമായപ്പോൾ നാണു ഒരിക്കൽ അമ്മയോട് തന്നെ ചോദിച്ചു, എന്താ അമ്മേ, അവരും എന്നെപ്പോലെയുള്ള കുട്ടികളല്ലേ? അവരുമായി കൂട്ടുകൂടുന്നത് കൊണ്ട് എന്താ കുഴപ്പം? ഞാനും അവരും തമ്മിൽ ഒരു വ്യത്യാസവുമില്ലല്ലോ. കുട്ടിയമ്മ നാണുവിൻ്റെ കുഞ്ഞു വായിൽ നിന്ന് വന്ന വലിയ വർത്തമാനം കേട്ട് ആശ്ചര്യപ്പെട്ടു നിന്നു. നാണു, അവരെല്ലാം താണജാതിയിൽ പിറന്ന കുട്ടികളല്ലേ? അവരെ തീണ്ടിയാൽ തീണ്ടുന്നവർ അശുദ്ധരാകും. പിന്നെ കുളിച്ച് ശുദ്ധി വരുത്തിയാലേ വീട്ടിലുള്ള മറ്റുള്ളവരെയൊക്കെ തൊടാനാവും. അതുകൊണ്ട് എൻ്റെ കുട്ടി അവരാരുമായിട്ടും കൂട്ടുകൂടേണ്ട. കുട്ടിയമ്മ വളരെ സമാധാനത്തോടെ നാണുവിന് അയിത്താചാരത്തെക്കുറിച്ചും തീണ്ടപ്പാടിനെക്കുറിച്ചുമൊക്കെ പറഞ്ഞു കൊടുത്തു. അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ നാണുവിന് സങ്കടമായി. അവൻ വിഷമത്തോടെ പറഞ്ഞു, അയ്യോ കഷ്ടം, അവരും മനുഷ്യരല്ലേ അമ്മേ. നാണുവിൻ്റെ കുഞ്ഞു മനസ്സിനെ തീണ്ടലിനെ പറ്റിയുള്ള ആ അറിവ് വളരെ വേദനിപ്പിച്ചു. അടുത്ത ദിവസം പാടത്തെ പണി കഴിഞ്ഞ് വലിയമ്മ വയൽവാരത്തിൻ്റെ മരംപതറിലൂടെ അവരുടെ കുടിയിലേക്ക് നടന്നു പോകുന്നത് നാണു മുറ്റത്ത് നിന്ന് കണ്ടു. അവൻ പിന്നാലെ ഓടിച്ചെന്ന് പ്രായമേറിയ ആ വലിയമ്മയെ ഒന്ന് തൊട്ടു. തന്നെ തൊട്ടത് നാണുവാണെന്ന് കണ്ട അവർ എന്തു ചെയ്യണമെന്നറിയാതെ തരിച്ചു നിന്നു. എന്തിനാ മോനെ ഓടി വന്ന് എന്നെ തൊട്ട് അശുദ്ധമായത്? ഞങ്ങളൊക്കെ തൊട്ടുകൂടാത്തവരാണെന്നറിയില്ലേ? ഇതറിഞ്ഞാൽ വീട്ടിലുള്ളവർ കുട്ടിയെ തല്ലാതിരിക്കുമോ? കഷ്ടമായല്ലോ. ആ വലിയമ്മയുടെ വിഷമവും ഭയവും കണ്ടിട്ട് നാണു ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു, അതിന് ഞാൻ തെറ്റൊന്നും ചെയ്തില്ലല്ലോ. അമ്മുമ്മയെ ഞാനൊന്ന് തൊട്ടതല്ലേ ഉള്ളൂ. ഇങ്ങനെയൊന്ന് തൊട്ടാൽ ഞാൻ എങ്ങനെയാ അശുദ്ധമാവുക? നമ്മളെല്ലാം മനുഷ്യരല്ലേ. നാണുവിന് മുന്നിൽ ആ വലിയമ്മയ്ക്ക് ഉത്തരം മുട്ടി. അവർ പിന്നീട് ഒന്നും മിണ്ടാതെ നാലുപാടേക്കും ഒന്ന് കണ്ണോടിച്ചിട്ടു വേഗം തൻ്റെ കുടിയിലേക്ക് നടന്നുപോയി. നാണു വയൽവാരത്തെ മുറ്റത്തേക്ക് കയറി വന്നപ്പോൾ അമ്മാവൻ കൃഷ്ണൻ വൈദ്യർ അവിടെ നിൽക്കുന്നത് കണ്ടു. അതെല്ലാം കണ്ട് അരിശത്തോടെ നിൽക്കുകയായിരുന്നു വൈദ്യർ. നാണുവിനെ ശകാരിക്കാൻ തുടങ്ങി. പക്ഷേ അത് കേൾക്കാൻ നിൽക്കാതെ നാണു കുളിച്ച് ശുദ്ധി വരുത്താതെ അമ്മാവനെ തൊട്ടിട്ട് അടുക്കളയിലേക്ക് ഓടിക്കയറി അമ്മയെയും അവിടെ ഉണ്ടായിരുന്ന മറ്റുള്ളവരെയും തൊട്ട് അശുദ്ധരാക്കി. അമ്മാവൻ കൃഷ്ണൻ വൈദ്യർക്ക് ദേഷ്യം അടക്കാനായില്ല. എങ്കിലും നാണുവിനെ തല്ലുവാൻ വൈദ്യർക്ക് മനസ്സ് വന്നില്ല. കുട്ടിയമ്മ നാണുവിൻ്റെ ചില സംശയങ്ങളും ചോദ്യങ്ങളും വൈദ്യരെ പറഞ്ഞു കേൾപ്പിച്ചു. ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ആ ചോദ്യങ്ങൾ കേട്ട് വൈദ്യരുടെ ദേഷ്യമെല്ലാം അലിഞ്ഞുപോയി. അന്ന് കൃഷ്ണൻ വൈദ്യർ തന്നെ നാണുവിനെ കുളിപ്പിച്ചു. അത് കഴിഞ്ഞ് കുളിച്ച് ശുദ്ധനായി വന്ന കൃഷ്ണൻ വൈദ്യർ വാത്സല്യത്തോടെ നാണുവിനെ പിടിച്ച് മടിയിലിരുത്തി ഓരോരോ നാട്ടുകഥകൾ പറഞ്ഞു കേൾപ്പിച്ചു. ആ കഥകളെല്ലാം അയിത്താചാരത്തെ പറ്റിയുള്ളതായിരുന്നു. അതെല്ലാം ക്ഷമയോടെ കേട്ടിരുന്ന നാണു പക്ഷേ തരം കിട്ടുമ്പോഴെല്ലാം വീണ്ടും തീണ്ടൽ ജാതിക്കാരെ തൊട്ടിട്ട് മറ്റുള്ളവരെയും തൊട്ട് അശുദ്ധമാക്കുന്നത് ഒരു വിനോദമാക്കിയിരുന്നു. അതിൽ നിന്നും നാണുവിനെ പിന്തിരിപ്പിക്കുവാൻ ഭീഷണി കൊണ്ടോ ശിക്ഷ കൊണ്ടോ ഉപദേശം കൊണ്ടോ ആർക്കും തന്നെ കഴിഞ്ഞിരുന്നില്ല.
ചെമ്പഴന്തി വയൽവാരം മൺകുടിയിൽ ജനിച്ച ദേവൻ ഭക്തിവ്രതചര്യത്തോടെ വളർന്നു പോന്നു. കുട്ടികൾക്ക് തോഴനായി, ഗുരുക്കൾക്ക് പ്രിയനായി, സത്യധർമ്മ പാലകനവതാരമായി, അവതാരമായി, അവതാരമായി, ചെമ്പഴന്തിയിൽ ദേവൻ അവതാരമായി. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 12 അയിത്തത്തിനോട് അയിത്തം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇതിൽ വന്നിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ സദയം ക്ഷമിക്കണമെന്ന് ഗുരുദേവനാമത്തിൽ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം വിജയിക്കട്ടെ.